ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ ഇന്നലെ രാത്രി റേഷ്യോന്റെ ബേസിക്സും സാധനങ്ങളൊക്കെ പറഞ്ഞു. വളരെ ബേസിക്കിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ കൂടെ നമ്മളൊരു പ്രോബ്ലം ചെറുതായിട്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളൊരു 5 ചോദ്യങ്ങൾ അതിൽ ആദ്യത്തെ 3 ബേസിക്സ് ഒന്നുകൂടെ തെറോ ആക്കാൻ വേണ്ടിയിട്ടുള്ള 3 ചോദ്യങ്ങളാണ്. അവസാനത്തെ 2 ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ റേഷ്യോന്റെ ഒരു വിധപ്പെട്ട എല്ലാ പറയണത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കാത്ത റേഷ്യോന്റെ ബേസിക്സ് അറിഞ്ഞാൽ നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഞാൻ വീണ്ടും ഇന്നലെ പറഞ്ഞത് ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് സംശയമാണെങ്കിലും അത് എത്ര ചെറുതാണെങ്കിലും ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതിരിക്കണ്ട. നിങ്ങൾ എന്നോടാണ് ചോദിക്കുന്നത്, ഞാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എനിക്കൊന്നും തോന്നൂല. ഓക്കെ, അതുകൊണ്ട് എന്ത് സംശയമാണെങ്കിലും ഈസി ആയിട്ട് ചോദിക്കുക, കൺഫ്യൂസ്ഡ് ആവാതെ ചോദിക്കുക. നമ്മളത് ക്ലാരിഫൈ ചെയ്തിട്ടേ പോവുള്ളൂ. ഞാൻ ബോർഡിൽ ചെയ്യുന്ന സാധനം ഞാൻ ഓൾറെഡി ഇവിടെ കമ്പൈൽ ചെയ്ത് പേപ്പർ എൻ്റെ മുമ്പിലുണ്ട്. ചിലപ്പോൾ ഞാൻ ചില സ്റ്റേജുകളൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ എഴുതി ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ എഴുതി പോലായിരിക്കാം. അപ്പൊ അതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് ചെയ്ത് കാണിക്കണം. ഓക്കെ, എല്ലാം നമ്മൾ ചെയ്യും, അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ ചെയ്ത് കാണിക്കാന്നുണ്ടെങ്കിൽ ഒന്ന് വോയിസ് റേസ് ചെയ്ത് പറഞ്ഞാൽ മതി. നമ്മൾ ആ സ്റ്റെപ്പ് മാനുവലി ചെയ്തിട്ട് തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക. എൻ്റെ കൂടെ ചെയ്യുക, പേപ്പർ പെൻ എടുത്ത് വെച്ചിട്ട് എൻ്റെ കൂടെ ചെയ്യുക. കേട്ടിരിക്കുന്ന സമയത്ത് ഈ സാധനം നല്ല സുഖമായിട്ട് തോന്നും. ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അതിന്റെ പ്രയാസം മനസ്സിലാവുക. കൂടെ ചെയ്താൽ അതിന്റെ പ്രശ്നം ഒരു പരിധി വരെ തീർക്കാൻ പറ്റും. എനിവേ, നമുക്ക് എന്തായാലും മുമ്പോട്ട് പോവാം. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ആദ്യത്തെ സെറ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ, റേഷ്യോന്റെ ടോപ്പിക് ആണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: സിംപ്ലിഫൈങ് റേഷ്യോ 45:75. 45:75 എന്ന് പറയുന്ന റേഷ്യോനെ നമ്മൾ എന്ത് ചെയ്യണം? ചെറുതാക്കണം, സിംപ്ലിഫൈ ചെയ്യണം, ഏറ്റവും ചെറുതിലേക്ക് കൊണ്ടുവരണം. ആൻസർ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാത്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ആൻസർ ആദ്യമേ കാണിച്ചത്. ഓക്കെ, 45:75 എന്നുള്ള റേഷ്യോനെ നമ്മൾ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റേഷ്യോനെ സിംപ്ലിഫൈ ചെയ്തിട്ട് മാച്ച് ദ ഫോളോയിങ്ങിന്റെ ചോദ്യങ്ങളൊക്കെ മാത്സിൽ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. NTA മുമ്പും ഉണ്ടായിരുന്നു. മുമ്പ് ഡയറക്റ്റ് ആയിട്ട് സെന്റൻസ് മേക്ക് ചെയ്ത ചോദ്യങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ മാച്ച് ദ ഫോളോയിങ്ങും ട്രൂ ഓർ ഫോൾസും ഒക്കെയാണ് ചോദ്യങ്ങളായിട്ട് മാത്സിൽ വരുന്നത്. അപ്പോൾ 45:75 സിംപ്ലിഫൈ ചെയ്യുക എങ്ങനെയാണ്? ഇനി നമ്മൾ ഡാറ്റയുടെ ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്തും ഈ സിംപ്ലിഫിക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ഈ റേഷ്യോയും സാധനങ്ങളൊക്കെ ഡാറ്റയുടെ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണം. അതുകൊണ്ട് അതിലേക്കുമുള്ളൊരു പഠനമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഓർമ്മ ഉണ്ടാവണം. നോക്കാം. 45:75 എന്ന് പറയുന്ന റേഷ്യോനെ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എന്ന് പറഞ്ഞാൽ വെട്ടിച്ചെറുതാക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് നടക്കുന്നത്. വെട്ടിച്ചെറുതാക്കുക. അപ്പൊ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ 45:75 നമുക്ക് എന്തെഴുതാം? 45/75 എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് A:B എന്ന കോലത്തിലുള്ള സാധനത്തിന് A/B എന്ന് എഴുതാമെന്നാണ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 45/75 എന്ന് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ 45/75 എന്ന് പറയുന്ന സാധനത്തിനെ വെട്ടിച്ചെറുതാക്കുക എന്ന് പറയുമ്പോൾ മേലെ ഇരിക്കുന്ന ന്യൂമറേറ്ററും താഴെ ഇരിക്കുന്ന ഡിനോമിനേറ്ററും, ഭിന്നസംഖ്യയുടെ മേലെ ഇരിക്കുന്ന ആളെ ന്യൂമറേറ്റർ എന്നാണ് പറയുക, താഴെ ഇരിക്കുന്ന ആളെ ഡിനോമിനേറ്റർ എന്നാണ് പറയുക. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ശിഷ്ടം വരാതെ, റിമൈൻഡർ വരാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കൊണ്ട് ഹരിച്ചതിനെ ചെറുതാക്കുക എന്നുള്ളതാണ് വെട്ടിച്ചെറുതാക്കുന്നതിന്റെ ലോജിക്ക്. ഓക്കെ, വെട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഹരിക്കുക എന്നാണ്. ഓക്കെ, വെട്ടിച്ചെറുതാക്കുക മീൻസ് ഡിവൈഡ് ചെയ്ത് ഹരിക്കുക എന്നുള്ളതാണ്. അപ്പൊ 45/75 എന്ന് പറയുന്ന ഭിന്നസംഖ്യയെ വെട്ടിച്ചെറുതാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് സംഖ്യയിലും കോമൺ ആയിട്ട് പോകുന്ന, ഹരിക്കാൻ പറ്റുന്ന, ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കൊണ്ട് ഹരിച്ച് ചെറുതാക്കുക എന്നുള്ളതാണ്. 45-ലും 75-ലും കോമൺ ആയിട്ട് പോകുന്ന, രണ്ടിനെയും കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാ? ശിഷ്ടം വരാതെ. ഓ 5. കാരണം 2ഉം 5ന്റെ ഗുണിതങ്ങളാണ്. 45ഉം 5ന്റെ ഗുണിതാണ്, 75ഉം 5ന്റെ ഗുണിതാണ്. 5 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. അപ്പൊ നമുക്കൊന്ന് വെട്ടിച്ചെറുതാക്കാം. ഓക്കെ, യെസ്. ഓക്കെ, 45നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് പറയാം? നമുക്ക് ഇങ്ങനെ പറയാം: 9×5 45 അല്ലേ? ഒരു 9×5 45 ചെറുതായിട്ട് 9 ഇനി 75നെയാണ് ചെറുതാക്കേണ്ടത്. 75ലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം 10×5 50 11×5 55 12×5 60 13×5 65 14×5 70
15 5 75 ഓക്കെ. എന്ന് പറഞ്ഞാൽ 75നെ 15 വട്ടം 5 എടുത്താലാണ് 75 ആവുക. അപ്പൊ 75നെ 5 കൊണ്ട് ഹരിക്കുമ്പോ വെട്ടിച്ചെറുതാക്കുമ്പോ 15 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ 45/75നെ നമ്മൾ എന്ത് ചെയ്തു? വെട്ടിച്ചെറുതാക്കി 9/15 എന്നാക്കി മാറ്റി. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? യെസ്, ഇങ്ങനെയാണ് വെട്ടി ചെറുതാക്കുക. ഇനി വെട്ടി ഇനിയും ചെറുതാക്കാൻ പറ്റുമോ? അതിനെ ഇനിയും ചെറുതാക്കാം. ഓക്കെ, ഇനി എത്രത്തോളം മാക്സിമം ചെറുതാക്കാൻ പറ്റുമോ അത്രയും മാക്സിമം നമ്മൾ ഓപ്ഷന്റെ അകത്തുള്ള സംഖ്യകളിൽ എത്തുന്നത് വരെ നമ്മൾ ചെറുതാക്കേണ്ടി വരും. അപ്പൊ 9/15നെ വെട്ടി ചെറുതാക്കാന്ന് പറയുമ്പോൾ നേരത്തെ 45നെയും 75നെയും ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാ? കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ കൊണ്ട് വെട്ടി ഹരിച്ചൊഴിവാക്കി ചെറുതാക്കുക. 9ലും 15ലും കോമൺ ആയിട്ട് പോകുന്ന ഗുണിതം ഏതാ? ശിഷ്ടം വരാതെ 3. കാരണം 9ഉം 3ന്റെ ഗുണിതമാണ്, 15ഉം 3ന്റെ ഗുണിതമാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി വെട്ടേ. ഓക്കെ, വേറെ കളർ എടുക്കാം. ഓക്കെ, 9നെയും 15നെയും നമ്മൾ വെട്ടുമ്പോ 3 3 9, 5 3 15, 3/5 എന്ന് കിട്ടും. ഇനി ചെറുതാക്കാൻ പറ്റൂല. കാരണം എന്താ? 3ലും 5ലും ശിഷ്ടം വരാതെ കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഖ്യയില്ല. ഇനി പോയിന്റ് വരാതെ ശിഷ്ടം വരാതെ വെട്ടി ചെറുതാക്കുന്ന പരിപാടി നടക്കൂല. അപ്പൊ 3/5 പരിപാടി നിർത്താം. എന്ന് പറഞ്ഞാൽ 45:75 എന്ന് പറയുന്നതിന്റെ ഏറ്റവും ചെറിയ രൂപം 3:5 ആണ് എന്നർത്ഥം. ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം. അനുപാതം ഒരിക്കലും റിയൽ സംഖ്യയല്ല എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. 45ഉം 75ഉമാണ് റിയൽ സംഖ്യകൾ. അതിന്റെ അനുപാതം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 3:5 പറഞ്ഞാലും ശരിയാണ്, 9:15 പറഞ്ഞാലും ശരിയാണ്. അപ്പോ നമ്മൾ റേഷ്യോ പറയുമ്പോൾ അത് അനുപാതം മാത്രമാണ്, റിയൽ മെഷർമെന്റ് അല്ല. ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞത് കത്തിയോ? യെസ്. അതുകൊണ്ടാണ് നമ്മൾ റേഷ്യോയിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാത്തത്. അത് റിയാലിറ്റി അല്ല, അനുപാതം, റിലേഷൻ മാത്രമാണ്. ഓക്കെ, ഈ സാധനം ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത കണക്കിലേക്ക് കടക്കാം. യെസ്, 4ഉം 5ഉം തംസപ്പ് ഒക്കെ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവര് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയണം, മനസ്സിലായിട്ടില്ല തന്നെ തുറന്നു പറയണം. ഓക്കെ, കാരണം ഇനി കുറച്ചുകൂടി മുമ്പോട്ട് ഓടുന്ന സമയത്ത് നമ്മൾ ഇനി ബേസിക്കിലേക്ക് വന്നെന്ന് വരൂല, നമ്മൾ ചോദ്യങ്ങളുടെ കൂടെ അങ്ങ് ഓടലായിരിക്കും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഇഫ് 3:5:x:25 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. 3:5:x നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ നമുക്ക് 2 അക്കങ്ങൾ മാത്രമല്ല 3ഉം 4ഉം ഒക്കെ സീരീസ് പോലെ എഴുതാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറയാണ് 3:5:x:25 എന്ന് പറയുന്ന അനുപാതത്തില് എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കുക, 3:5 കണ്ടോ, 2 ഉണ്ട്. 5 കഴിഞ്ഞിട്ട് അടുത്ത സെറ്റിലേക്ക് വരുമ്പോൾ 2 ഇട്ടിട്ടുണ്ട്. x:25 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതൊരു റേഷ്യോ ആണ്, ഇത് വേറൊരു റേഷ്യോ ആണ്. ഇതിനെ രണ്ടിനെയും നമുക്ക് ഈക്വലൈസ് ചെയ്ത് പറയാം എന്നുള്ളതാണ് ഈ നടുക്ക് കിടക്കുന്ന 2:ന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഏത് റേഷ്യോനെയും ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാമെന്ന് പഠിച്ച നമുക്ക് 3/5 എന്നും x/25 എന്നും ഇതിനെ വിളിക്കാം. ഇക്വേഷൻ ആണ്, ഇക്വേറ്റ് ചെയ്തതാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് നടുക്ക് സമമിടാം. എന്ന് പറഞ്ഞാൽ 3:5 x:25 തുല്യമാണ് എന്നാണ് അർത്ഥം. ആ അർത്ഥം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 നടുക്കുള്ളത് കൊണ്ടാണ്. ഒറ്റ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇക്വേറ്റ് ചെയ്തതാണെന്ന് പറയാൻ പറ്റൂല. ഇത് കത്തിയിട്ടുണ്ടോ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നടുക്ക് 2 കുത്തുള്ളത് കൊണ്ടാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തതാണ് എന്ന് അസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുന്നത്. ഒറ്റ ആണെങ്കിൽ നമുക്ക് = അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റൂല. ഓക്കെ, ഇനി ഇത് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. 2 ഭിന്നസംഖ്യകളെ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് അവയിലെ ഏതെങ്കിലും ഒരു അൺനോൺ ഫിഗർ കണ്ടുപിടിക്കേണ്ടി വരുന്ന സമയത്ത് ഇന്നലെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതേ പരിപാടിയാണ് ഇവിടെ ചെയ്യേണ്ടത്. കാരണം ഇവിടുത്തെ എക്സിന്റെ വാല്യൂ ആണ് എന്ത്? നമുക്കറിയാത്തത്. 3/5 = x/25 എക്സ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പോട്ട് നീങ്ങണം. മുമ്പോട്ട് നീങ്ങണമെങ്കിൽ ഇതിനെന്ത് ചെയ്യണം? മാനിപ്പുലേറ്റ് ചെയ്യണം. മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലാതെ നമുക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ ഗുണിക്കുക. 3നെ നമ്മൾ 25 കൊണ്ടാണ് ഗുണിക്കുക. = 5നെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന 5 കൊണ്ട് ഗുണിക്കണം. 5 × x എന്നാണ് എഴുതുക. 3നെ 25 കൊണ്ട് ഗുണിച്ചാൽ 75 എന്നാണ് കിട്ടുക. ഓക്കെ, = 3 × 25 എഴുതി ഗുണിക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ എഴുതി ഗുണിച്ചു തരും.
നിങ്ങൾക്കത് ഓക്കെ ആണെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ചെയ്ത് കാണിക്കണമെങ്കിൽ, ഗുണിക്കാൻ പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. 25നെ 3 കൊണ്ട് ഗുണിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ. ഓക്കെ, കാണിക്കണോ? എഴുതി കാണിക്കണോ ആർക്കെങ്കിലും? ഓക്കെ, ആയിക്കോട്ടെ. 3 × 25 75 5നെ x കൊണ്ട് ഗുണിച്ച് എത്രയാ ഉത്തരം കിട്ടുക? 5x കിട്ടി. ഇനി നമുക്ക് എക്സിന്റെ വാല്യൂ കാണണം. എക്സിന്റെ വാല്യൂ കാണാൻ = അവിടെ തന്നെ നിന്നോട്ടെ. എക്സിനെ മാത്രം അവിടെ വെച്ചിട്ട് സംഖ്യകളെയൊക്കെ എക്സിന്റെ വാല്യൂ കാണേണ്ടി വരുമ്പോ എക്സിനെ മാത്രം സമത്തിന്റെ ഒരു സൈഡിൽ ഇട്ടിട്ട് ബാക്കിയുള്ള സംഖ്യകളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എക്സ് അവിടെ തന്നെ നിന്നോട്ടെ, 75 അവിടെ തന്നെ നിന്നോട്ടെ. അപ്പുറത്തുള്ള എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്ന × 5 എന്നുള്ളത് ഓപ്പോസിറ്റ് വരുമ്പോ എന്തായിട്ട് മാറും? ബൈ 5. ഗുണനം ഇപ്പുറത്തേക്ക് ചാടുമ്പം ഹരണമാവുകയും കൂട്ടൽ അപ്പുറത്തേക്ക് ചാടുമ്പം കുറയ്ക്കലാവുകയും കുറയ്ക്കൽ അപ്പുറത്തേക്ക് ചാടുമ്പം ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ് വരിക. അപ്പൊ × 5 എന്നുള്ളത് ഇങ്ങോട്ട് ചാടുമ്പോ ബൈ 5. അവിടെ എങ്ങനെ × 5 ആയത്? 75 = 5x എന്നല്ലേ നമ്മള്? 75 = 5x എന്നല്ലേ? ഓക്കെ, എന്നിട്ട് അതിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? എക്സിനെ മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്തു. എക്സിന്റെ കൂടെ ആരുണ്ട്? x × 5 ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് അവിടെ കിടക്കുന്നുണ്ട്. ആ 5നെ നമ്മൾ പറിച്ചിങ്ങോട്ട് എടുക്കണം. × 5 അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൽ കിടക്കുന്ന 5നെ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ അത് ഡിവിഷൻ 5 എന്നായിട്ട് മാറും, ഹരിക്കണം 5 എന്നായിട്ട് മാറും. അപ്പൊ 75ന്റെ ചോട് അത് വന്ന് നിൽക്കും, 75/5 എന്നാവും. അപ്പൊ എപ്പോഴാ അവിടെ -5 ആവുക? -5 ആവുക അതിന് എന്താ പറയാ, നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനോ ഒന്നും ഇല്ലാതെ അത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഇപ്പുറത്തേക്ക് ചാടുമ്പോൾ അതിനെ -5 എന്നിട്ടിട്ടാ ചാടിക്കുക. ഇത് ഈ 5 നമുക്ക് -5 എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം അത് ഒറ്റയ്ക്ക് നിൽക്കുന്ന 5 അവിടെ എക്സ് ഉണ്ടായിരുന്നു. എക്സിന്റെ അകത്തുനിന്ന് പറിച്ചെടുത്തതാണ്. എക്സിന്റെ അകത്തുനിന്ന് പറിച്ചെടുക്കുമ്പോ അതിന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങോട്ട് ചാടുമ്പോ അത് ഡിവിഷൻ ആവും, അത്രേ ഉള്ളൂ. എക്സ് ഇല്ലായിരുന്നെങ്കിൽ അത് ഇപ്പുറത്തേക്ക് ചാടുമ്പോൾ -5 എന്ന് മാത്രമേ ചാടുള്ളൂ. ഇത് ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാധനത്തിന് അപ്പുറത്തേക്കാണെങ്കിലും എപ്പുറത്തേക്കാണെങ്കിൽ ഡിവിഷനാ വരിക. ഞാനത് 75നെ ഇനി അങ്ങോട്ട് എടുക്കുമ്പോ എന്തുകൊണ്ട് -75 ആയില്ല എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് 75നെ അവിടെ തന്നെ വെച്ച് ചെയ്തത്. നേരെ തിരിച്ചു ചെയ്താലും കുഴപ്പമില്ല, ആ സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടായാൽ മതി നെഗറ്റീവ് ആവശ്യമില്ലാണ്ട് ഇട്ട് കൊടുക്കണ്ട എന്നുള്ളത്. ഓക്കെ, ഇനി 75നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കണം. 75നെ 5 കൊണ്ട് ഹരിക്കാൻ നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. 75നെ നേരത്തെ നമ്മൾ 15 കൊണ്ട് ഗുണിച്ച് 75 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 75നെ 5 കൊണ്ട് ഹരിച്ചാൽ 15 ഉത്തരം കിട്ടുക. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഹരിക്കാം. 75 ഹരിക്കണം 5. 7 എത്ര 5 എടുക്കാം? 1 5 5. 7 5 പോകുന്നു, 2 ബാക്കി. 2 5 എടുക്കാൻ പറ്റൂല, ഇവിടെ ഉള്ള 5നെ താഴോട്ട് ഇറക്കി എടുത്തെഴുതും. 25 5 5 25. പരിപാടി കഴിഞ്ഞു. ഓക്കെ, എക്സിന്റെ വാല്യൂ 15 എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഈ ചോദ്യത്തെ നിങ്ങൾ മാച്ച് ദ ഫോളോയിങ്ങിൽ പ്രതീക്ഷിക്കണം. അതേപോലെ നമ്മൾ മാത്സിന്റെ ഏതെങ്കിലും സ്റ്റേജിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ റേഷ്യോനെ സിംപ്ലിഫൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. അത്തരം സ്റ്റെപ്പുകളിലൊക്കെ വേണ്ട സാധനമാണ് ഇത്തരം റേഷ്യോയിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിക്കുന്ന റൂളുകൾ പലതും, സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇപ്പുറത്തേക്കാവുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള റൂളുകളൊക്കെ എല്ലാ മാത്സിലും വേണ്ട സാധനങ്ങളാണ്. അങ്ങനെ ഓർത്തെടുത്ത് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? മൂവ് ചെയ്യട്ടെ. 15ന്റെ 5 ഇരട്ടി 75. 15ന്റെ 5 ഇരട്ടി 75 ആയതിനാൽ 3ന്റെ 5 ഇരട്ടി 15. എങ്ങനെ വേണമെങ്കിലും നോക്കാം. ഉത്തരത്തിലേക്ക് എത്തി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. ബേസിക് സെൻസിലേക്ക് മാത്സിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ 15ന്റെ 5 ഇരട്ടി എന്നൊന്നും ആലോചിക്കാനൊന്നും പറ്റുണ്ടാവില്ല. ഓക്കെ, അവർക്ക് ചിലപ്പം എഴുതി ഹരിക്കുകയോ 5ന്റെ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കുകയൊക്കെ വേണ്ടി വരും. അല്ലാത്ത ആളുകൾക്ക് നമ്മൾ കുറച്ചുകൂടി പെർസെന്റേജിന്റെ കണക്കിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സ്റ്റേജ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, മനക്കണക്ക് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തൊന്നും ഉത്തരം കിട്ടാന്നുള്ള പരിപാടി. അതിന് നമുക്ക് എന്ത് ട്രിക്കും ഉപയോഗിക്കാം, ഉത്തരം ശരിയായാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളോട് എനിക്ക് നിങ്ങൾ ചെയ്ത വഴിയൊന്നും ചോദിക്കുന്നില്ലല്ലോ. 4 ഓപ്ഷനിൽ കറക്റ്റ് ഉത്തരം നിങ്ങൾ എടുക്കണം, അത്രേ നമ്മളോട് പറയുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് എത്താൻ എങ്ങനെയെന്നുള്ള ഒരു സാധനം മാത്രമാണ് നമ്മൾ തരുന്നത്. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി കണ്ടെത്തി മുമ്പോട്ട് പോവാന്നുള്ളത് നമ്മളെ ചോയ്സ് ആണ്. ഓക്കെ, മൂവ് ചെയ്യണേ. അടുത്താണ്
ഡിവൈഡ് ₹720 ഇൻ ദ റേഷ്യോ 4:5. 720 രൂപയെ 4:5 എന്നുള്ള റേഷ്യോയിലേക്ക് രണ്ടായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ഡിവിഷൻ അല്ല. ഈക്വൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? രണ്ടും ഒരേപോലെ. ഈക്വൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1:1 എന്നാ വരിക. രണ്ടും ഒരേപോലെ എന്നുള്ളത്. രണ്ട് വശവും രണ്ട് പാതിയും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈക്വൽ ഡിവിഷൻ അല്ല പറഞ്ഞത്. പിന്നെയോ 4:5 അല്ലെങ്കിൽ 4/5 എന്ന റേഷ്യോയിലേക്ക് അതിനെ ആക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം 4/5 എന്നുള്ള റേഷ്യോയിലേക്ക് ആക്കുമ്പം എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 720 രണ്ട് പാതിയാക്കണം 4:5 എന്നുള്ളത്. അപ്പൊ 4ന്റെ ഒരംശവും വേണം, 5ന്റെ ഒരംശവും വേണം. ഓക്കെ, അപ്പൊ 720 അംശാനുപാതം മാത്രമാണ്, റേഷ്യോ റെപ്രസെന്റേഷൻ മാത്രമാണ് 4:5. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്യണ സമയത്ത് എന്താവും നോക്കാം. അപ്പൊ നമുക്കറിയാം 720 ഉണ്ട്, അതിനെ രണ്ട് റേഷ്യോയിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, 4:5. ഈ 4:5 നമുക്ക് എന്ത് വിളിക്കാം? 4:5 നമുക്ക് 4x:5x എന്ന് വിളിക്കാം. 4:5 നമുക്ക് 4x:5x എന്ന് വിളിക്കാം. വിളിച്ചൂടെ? അങ്ങനെ വിളിച്ചതിൽ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടോ? 4:5 4x:5x എന്ന് വിളിച്ചതിൽ എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്നുള്ള സംശയം? അങ്ങനെ ചേർക്കാൻ കാരണം 4:5 4x:5x എന്ന് വിളിക്കാൻ കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഏത് റേഷ്യോനെ നിങ്ങൾക്ക് 4/5 എന്നും വിളിക്കാം. അതിന്റെ കൂടെ, അതായത് റേഷ്യോ എന്ന് പറയുന്ന സാധനം ഒരു റിയൽ സംഖ്യയല്ല എന്നുള്ളത് കൊണ്ട് അതിനോട് നിങ്ങൾക്ക് എന്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പോഴും കൂടെ എക്സ് ചേർത്താണ് പറയാ. അപ്പൊ ഏത് റേഷ്യോ 1:2 ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ 1x:2x എന്ന് വിളിക്കാം. കാരണം 1:2 1ഉം 2ഉം റിയൽ സംഖ്യകളല്ല, റെപ്രസെന്റേഷൻ ആണ്. റിയൽ സംഖ്യ 1x ആണ്, റിയൽ സംഖ്യ 2x ആണ്. 3:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ 3x:2x എന്ന് വിളിക്കാം. ഓക്കെ, എക്സ് ചേർത്ത് പറയാം. ഇനി എന്തിനാണ് നമ്മൾ ഇവിടെ എക്സ് ചേർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ എക്സ് ചേർക്കാൻ കാരണം നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ പോണെങ്കിൽ നമ്മൾ കണക്ക് ചെയ്യണം. കണക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് അഡിഷനോ സബ്ട്രാക്ഷനോ ഒക്കെ വേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പൊ 4:5 എന്ന് പറയുന്ന റേഷ്യോനെ 4x:5x എന്നാക്കിയ നമുക്ക് ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കാം. 4ഉം 5ഉം രണ്ട് ഡിഫറെന്റ് റേഷ്യോകളാണ്. 720 രണ്ട് അംശങ്ങളാക്കിയിട്ടുള്ള രണ്ട് അംശങ്ങളാണ് 4ഉം 5ഉം. അപ്പൊ ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓക്കെ, ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അംശങ്ങളായിട്ട് എടുത്ത രണ്ടിന്റെയും ടോട്ടലാണ്. അപ്പൊ നമുക്കറിയാം റേഷ്യോനെ പരസ്പരം ആഡ് ചെയ്യാനോ അതിലേക്കൊന്നും ഡയറക്റ്റ് ആയിട്ട് കൂട്ടാനോ പാടില്ല. ഓക്കെ, ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 4+5 ആണ്. പക്ഷെ 4+5 ചെയ്യാൻ പാടില്ല. റേഷ്യോന്റെ നിയമപ്രകാരം ഡയറക്റ്റ് അഡിഷൻ പാടില്ല. എങ്ങനെ കൂട്ടണം? എക്സ് ഇട്ടിട്ട് കൂട്ടണം. അപ്പൊ ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x + 5x എന്നാണ് പറയാ. ഇതുവരെ ഓക്കെ ആണോ? യെസ്. 4x ഉം 5x കൂട്ടി എത്രയാ കിട്ടുക? 4x ഉം 5x കൂട്ടി എത്രയാ കിട്ടുക? 9x. അപ്പൊ ടോട്ടൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 9x ആണ്. ആകെ മൊത്തത്തിൽ 9x ആണ് സംഖ്യ എന്നർത്ഥം. സംഖ്യ എത്രയാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 720 എന്ന് പറഞ്ഞാ 9x എന്ന് പറയുന്നത് 720 തുല്യമാണ്. 720 ടോട്ടൽ റേഷ്യോ കോൺസെപ്റ്റിലേക്ക് ആക്കുമ്പോൾ 9x എന്ന് വിളിക്കാം. ഇതുവരെ സെറ്റാണോ ഈ കോൺസെപ്റ്റ്? 9x = 720 എന്ന് വിളിച്ചത് എന്തുകൊണ്ടാന്ന് കത്തിയിട്ടുണ്ടോ? രണ്ടുപേരൊക്കെയാണ്, ബാക്കിയുള്ളവർ യെസ്. ഓക്കെ, ഇനി എക്സിന്റെ വാല്യൂ കണ്ടാൽ എന്തായി? നമ്മളെ പരിപാടി പകുതി കഴിഞ്ഞു എന്നുള്ളതാണ്. 9x 720 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടിട്ട് 4:5 എത്രയാ നമുക്ക് കാണാൻ എളുപ്പമാണ്. എക്സിന്റെ വാല്യൂ കാണാം. എക്സിന്റെ വാല്യൂ എങ്ങനെയാ കാണാ? എക്സിനെ അവിടെ തന്നെ വെക്കുക, എന്നിട്ടോ ഇപ്പുറത്തുള്ള 720 അവിടെ തന്നെ വെക്കുക. 9x × 9 ഇങ്ങോട്ട് ചാടുമ്പോ എന്തായിട്ട് മാറും? ബൈ 9. 720 9 കൊണ്ട് ഹരിച്ചാൽ എക്സിന്റെ വാല്യൂ കിട്ടും. 720 നമുക്ക് 9 കൊണ്ട് ഹരിച്ചു നോക്കാം. ഇവിടെ എഴുതി ഹരിക്കാണ്. ഇത് മനക്കണക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, പക്ഷെ നമുക്ക് തുടക്കത്തിൽ എഴുതി ഹരിക്കാം. 720 9 കൊണ്ട് ഹരിക്കുമ്പോ 8×9 72. ഓക്കെ, 8×9 72 0. ഇനി ഒരു 0 അവിടെ ബാക്കിയുണ്ട്, അതിനെ മേലോട്ട് എടുത്ത് എഴുതാം. 80 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 80 ആണ് എന്നർത്ഥം.
എക്സിന്റെ വാല്യൂ 80 കിട്ടി. നമ്മളോട് ചോദിച്ചത് എന്താ, 720നെ 4:5 എന്നുള്ള റേഷ്യോയിലേക്ക് ആക്കാനാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ 4:5 എന്ന് പറയുന്ന റേഷ്യോയിലെ 4 എത്ര രൂപയെ റെപ്രസെന്റ് ചെയ്യുന്നു, 5 എത്ര രൂപയെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ കിട്ടിയ എക്സിന്റെ വാല്യൂ ആയ 80നെ നമ്മൾ എങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ 4x അല്ലെങ്കിൽ 4:5 4 എത്ര രൂപയാണെന്ന് അറിയാൻ 4x എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. ഓക്കെ, 4 ഇൻറ്റു എക്സിന്റെ വാല്യൂ 80 ആണ്. 8 4 32 320. 4 റെപ്രസെന്റ് ചെയ്യുന്നത് 320നെയാണ്. ഇനി 5x കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ, 5 × 80. 5 ഇൻറ്റു എക്സിന്റെ വാല്യൂ ആ 80, 8 5 40 400. ഓക്കെ, അപ്പം 4 എന്ന് പറയുന്നത് 320 രൂപയും 5 എന്ന് പറയുന്നത് 400 രൂപയും റെപ്രസെന്റ് ചെയ്യുന്നു. 320 400 720. ക്ലിയർ? ഓക്കെ. യെസ്. ഇനി ഒരു വഴിയും കൂടി ഉണ്ട് ചെയ്യാൻ, 2 വഴികൾ ചെയ്യാം. ഏതാണ് എളുപ്പം നോക്കിയിട്ട് അതെടുക്കുക കേട്ടോ നിങ്ങള്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കോൺസെപ്റ്റ് ഞാൻ ആദ്യമേ പറയാതിരുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു മെത്തേഡും കൂടി ഉണ്ട്. ആ മെത്തേഡ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതെനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡാണ്. പക്ഷെ അത് ആദ്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ് അത് ആദ്യം പറയാതിരുന്നത്. ഞാൻ പറയാം. 720 രൂപയാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് 4ന്റെയും 5ന്റെയും അംശങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 4ന്റെ അംശം കിട്ടാൻ 720നെ 4 ഇൻറ്റു 9 ചെയ്യാം. 9 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് റേഷ്യോന്റെ ടോട്ടൽ 4 + 5. അതായത് 4ഉം 5ഉം ഡയറക്റ്റ് ആയിട്ട് കൂട്ടാൻ പാടില്ല. പക്ഷെ നമ്മളൊരു എളുപ്പ വഴി എന്നുള്ളൊരു മെത്തേഡാണിത്. 4ഉം 5ഉം കൂടി ഒന്നിച്ചെടുത്തിട്ട് 9 എന്ന് പറയാം. 9ന്റെ 4 ഭാഗം 720ന്റെ 4/9 ഭാഗം കണ്ടാൽ എന്തായി, നമുക്ക് കിട്ടുന്ന ഉത്തരം 320 എന്നായിരിക്കും. അതായത് 720നെ 4 കൊണ്ട് ഗുണിച്ച് 9 കൊണ്ട് ഹരിക്കുക. 3 അക്ക സംഖ്യകളെ ഗുണിക്കലും ഹരിക്കലും പ്രയാസമായവരൊക്കെ അത് ചെയ്തു പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മെത്തേഡാണ് എളുപ്പമെങ്കിൽ അത് ചെയ്യുകയോ വേണം. ഇവിടെ സ്റ്റെപ്പ് കുറവായിരിക്കും, ഗുണിക്കാനും ഹരിക്കാനും കുറച്ച് അധികം ഉണ്ടാവും എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ 720നെ 4 കൊണ്ട് ഗുണിച്ച് 9 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് 320 കിട്ടുക. ഇനി 5ന്റെ അംശം കാണാൻ 720നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 400 ആയിരിക്കും കിട്ടുക. ഈ മെത്തേഡും ചെയ്യാം. ഏതാണോ എളുപ്പം അത് ചെയ്യാം. ഓക്കെ, 9 എങ്ങനെ 9 4ഉം 5ഉം എടുത്ത് കൂട്ടി. അങ്ങനെ. ഒരു ഈസി മെത്തേഡാണ്. പക്ഷെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഹരിക്കലും ഗുണിക്കലും തറവായിരിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. മറ്റാവുമ്പോൾ എക്സിന് എടുത്തിട്ടുള്ള കളി ആയതുകൊണ്ട് ചെറിയ 2 അക്ക സംഖ്യകളിലൊക്കെ ആയിരിക്കും ഗുണനം നടക്കുക. ഇവിടേക്ക് വരുമ്പോൾ 3ഉം 4ഉം അക്കങ്ങളൊക്കെ വരും. ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ 720 5 കൊണ്ട് ഗുണിക്കുന്നു, പിന്നെ 9 കൊണ്ട് ഹരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 9ന്റെ ഗുണനപ്പട്ടിയൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. പക്ഷെ സ്റ്റെപ്പ് കുറഞ്ഞൊരു മെത്തേഡാണ്. ഓക്കെ, മൂവ് ചെയ്യട്ടെ. ഓക്കെ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ ആ സ്റ്റെപ്പ് മുതൽ അങ്ങനെ അങ്ങ് ചെയ്യും. ഓക്കെ, ഈ 3 ഞാൻ നിങ്ങളൊന്ന് ബേസിക്സ്, റേഷ്യോന്റെ ഒരു ബേസിക് ആസ്പെക്ട് പരിചയപ്പെടുത്താൻ വേണ്ടി എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി പറയാൻ പോണ 2 ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ കൂടെ അങ്ങനെ ചെയ്തു പോകാൻ ശ്രമിക്കാം. മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്, ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ്, റേഷ്യോന്റെ ചോദ്യങ്ങൾ വരുന്ന രീതികളാണ് കേട്ടോ, പല ടോപ്പിക്കുകൾ മെർജ് ചെയ്തിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് 2 persons A and B is 3:4. 10 years ago, the ratio of their ages was 5:7. Find their current ages. ഇനി ഒരു കാര്യം കൂടി പറയാണ്. നമ്മൾ NTA നെറ്റിന്റെ മാത്സിന്റെ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്കത് ചെയ്യാൻ അറിയോ നോക്കലൊന്നല്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ചോദ്യം വായിച്ചിട്ട് അതിന്റെ മീനിങ് നമുക്ക് അറിയോ എന്നുള്ളത് നോക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ആ ചോദ്യം വായിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഭാഷയിലേക്ക്, മലയാളം ആണെങ്കിൽ മലയാളം, അറബി ആണെങ്കിൽ അറബി, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലേക്ക് അതിന്റെ മീനിങ് കൺവേർട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം. ഇതാണ് ആദ്യത്തത്. ആ ചോദ്യം മനസ്സിലാവാൻ നിങ്ങൾ ചിലപ്പോൾ തുടക്കത്തിൽ 3 വട്ടം 4 വട്ടം 5 വട്ടം ഒക്കെ വായിക്കേണ്ടി വരും. അങ്ങനെ വായിച്ചാൽ മാത്രമേ എക്സാമിന് ചിലപ്പോൾ 2 വട്ടം വായിച്ചാൽ കത്തുള്ളൂ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുന്ന സമയം നമ്മൾ 3 വട്ടം വായിക്കേണ്ടി വരും. അപ്പൊ മീനിങ് കത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇനി മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ആ പറഞ്ഞ കഥയെ നമ്മൾ എന്ത് ചെയ്യണം, മാത്സിന്റെ ഭാഷയിൽ എഴുതുക. രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞ്, അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് നീങ്ങണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആ സ്റ്റേജസ് നോക്കിയാൽ മനസ്സിലാവും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം,
മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചോദ്യം ഇതാണ്. ചോദ്യം മുറിച്ച് വായിച്ചിട്ട് മീനിങ് മനസ്സിലാക്കുക. കാരണം ഭയങ്കര എന്താ പറയുക ട്വിസ്റ്റിംഗ് ആയിട്ടാണ് സെന്റൻസ് ഒക്കെ NTA ചോദ്യം ഉണ്ടാക്കുമ്പോൾ മേക്ക് ചെയ്യാറുള്ളത്. നോക്കാം. ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് 2 persons A and B ഈസ് 3:4. A എന്നും B എന്നും പറയുന്ന രണ്ടാളുകളുടെ വയസ്സുകൾ തമ്മിലുള്ള അംശാനുപാതം 3:4 എന്നാകുന്നു എന്നാണ് പറയുന്നത്. ഇനിയോ 10 years ago 10 വർഷം മുമ്പേ ദ റേഷ്യോ ഓഫ് ദയർ ഏജസ് വാസ് 5:7. ഇപ്പൊ അവരുടെ വയസ്സിന്റെ റേഷ്യോ 3:4 ആണ്. 10 വർഷം മുമ്പേ അവരുടെ വയസ്സിന്റെ റേഷ്യോ 5:7 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പത്തെ അവരുടെ വയസ്സ് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ചോദ്യത്തിന്റെ മീനിങ് കത്തിയിട്ടുണ്ടോ? ചോദ്യത്തിന്റെ മീനിങ് കത്തിയിട്ടുണ്ടോ? യെസ്. ഇനി മീനിങ് കത്തിക്കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. ഈ അടുത്ത പകുതി പണിയിലേക്കാണ് നമ്മൾ പോണേ. ചോദ്യത്തിൽ പറഞ്ഞ കഥയെ മാത്സിന്റെ ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഓക്കെ, ആ മാത്സിന്റെ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ നമ്മളെ രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു. പിന്നെ ഒരു കാൽഭാഗം പരിപാടികളെ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ കഥ നമ്മൾ എഴുതാൻ പോവാണേ. ചോദ്യത്തിൽ പറഞ്ഞ കഥ എന്താ? രണ്ടാളുകളുണ്ട്. ആരൊക്കെയാ രണ്ടാളുകള്? A എന്നും B എന്നും പേരുള്ള രണ്ടാളുകൾ. A എന്നും B എന്നും പേരുള്ള രണ്ടാളുകളുടെ വയസ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. ഓക്കെ, ഈ 3:4 എന്തായാലും നമ്മൾ ഈ റേഷ്യോന്റെ കണക്ക് വരുമ്പം റേഷ്യോന്റെ അകത്തേക്ക് കൂട്ടലും കുറയ്ക്കലും ഒക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് മസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ആദ്യമേ അതിനെ എന്ത് വിളിക്കാം? 3x:4x എന്ന് വിളിക്കാം. അങ്ങനെ വിളിച്ചൂടെ? ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? രണ്ടാളുകളുണ്ട്, അവരുടെ വയസ്സ് 3:4 ആണ്. അത് നമുക്ക് 3x:4x എന്ന് വിളിക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കഥ എന്താ പറഞ്ഞേ? 10 years ago 10 വർഷം മുമ്പേ. 10 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ രണ്ടാക്കും 10 വയസ്സ് കുറവായിരിക്കും. രണ്ടുപേർക്കും, ഒരാൾക്കായിരിക്കില്ല, രണ്ടാക്കും 10 വർഷം ബേക്കോട്ട് പോകുന്നുണ്ടല്ലോ. ഒരാൾക്ക് മാത്രമായിട്ട് കൊല്ലം ബേക്കോട്ട് പോലല്ലോ, എല്ലാ മനുഷ്യന്മാർക്കും ഒന്നിച്ചല്ലേ കൊല്ലം ബേക്കോട്ട് പോവുക. അപ്പൊ 10 വർഷം മുമ്പേ രണ്ടാക്കും 10 വയസ്സ് കുറവാണ്. അപ്പോ 10 വർഷം മുമ്പേ 10 വയസ്സ് കുറവായിരിക്കും എന്നുള്ള ആ ഒരു ലോജിക്ക് കത്തിയാൽ നമുക്ക് എന്ത് പറയാം? എന്റെ വയസ്സ് 10 വർഷം മുമ്പേ 3x - 10 ആയിരുന്നു എന്ന് പറയാം. ഇത് കത്തിയോ? എന്റെ വയസ്സ് 3x ആയിരുന്നു. എന്റെ വയസ്സ് 10 കൊല്ലം മുമ്പ് 10 വയസ്സ് കുറവായിരുന്നു. 3x - 10 ആണ്. ഇനി നിങ്ങൾ ബീന്റെ വയസ്സ് നിങ്ങൾ പറയും. ബീന്റെ 10 വർഷം മുമ്പുള്ള വയസ്സ് എത്രയായിരിക്കും? 4x - 10. 4x - 10 ആയിരിക്കും. അപ്പൊ 10 വർഷം മുമ്പുള്ള അവരുടെ വയസ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x - 10 4x - 10 ആണ് എന്നർത്ഥം. ക്ലിയർ? ഇനി ചോദ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10 വർഷം മുമ്പേ ഉള്ള അവരുടെ ആ വയസ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5:7 എന്ന് പറഞ്ഞാൽ 3x - 10 4x - 10 എന്തിന് സമമാണ്? 5/7 സമമാണ്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എഴുതിയാ 3x - 10/4x - 10 = 5/7 എന്ന് എഴുതാം. ഈ സ്റ്റേജ് വരെ ക്ലിയർ ആണോ? എക്സിന്റെ വാല്യൂ 20 ആണ്. വെരി ഗുഡ്. ഈ സ്റ്റേജ് വരെ തംസപ്പിന് സ്പീഡ് കുറവാണല്ലോ, രണ്ടാളെ ഒന്നുമില്ലല്ലോ. ഈ സ്റ്റേജ് വരെ ഓക്കെ. ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. നമ്മളോട് ഇനി വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞ ചോദ്യത്ത് പറഞ്ഞ കഥ എഴുതി കഴിഞ്ഞാൽ ഏകദേശം 3/4 പരിപാടികൾ കഴിഞ്ഞു. പിന്നെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള കാൽഭാഗം പണി അവിടെ കിടക്കുന്നുള്ളൂ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഒരു കോലത്തിൽ ഒരു സാധനം കിട്ടിയ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടതെന്ന് റേഷ്യോന്റെ ബേസിക്സ് പഠിച്ച് നമ്മളോട് ആരും പറയണ്ട. നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3x - 10 7 കൊണ്ട് ഗുണിക്കും. 7 × 3x - 10 = പിന്നെയും ഓപ്പോസിറ്റ് 5നെ 4x - 10 കൊണ്ട് ഗുണിക്കും. ക്ലിയർ? ഇനി ഗുണിക്കണ സമയത്ത് എങ്ങനെ ഗുണിക്കണം? 7 × 3x - 10 ഓക്കെ 7 × 3x - 10 7നെ 3x കൊണ്ടും ഗുണിക്കണം, -10 കൊണ്ടും ഗുണിക്കണം. നോക്കാവേ നമുക്ക്. 7 × 3 3 7 21 21x - 7 7 10 70 = 5 × 4x 5 4 20 20x - 5 × 10 50. ഇനി
21x-70 is equal to 20x-50 എന്നുള്ളതിനെ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്ത്, സമത്തിന്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ സമത്തിന്റെ ഒരു സൈഡിലേക്ക് എക്സ് ഉള്ള സാധനങ്ങളെ കൊണ്ടുവരണം, സമത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ബാക്കിയുള്ളവരെ കൊണ്ടുവരണം. ഇങ്ങനെ അടിച്ചു കൂട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സ് ഉള്ള സംഖ്യകൾക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് ശേഷം നെഗറ്റീവ് വരാൻ പാടില്ല. ഓക്കെ, അതായത് എക്സ് ഉള്ള സംഖ്യകളെ നിങ്ങൾ പരസ്പരം കൂട്ടുകയോ ഗുണിക്കുകയോ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നിങ്ങൾ ഈസ് ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാല് 21 എക്സിനെ അവിടെ തന്നെ വെക്കണം. എന്നിട്ട് പോസിറ്റീവ് 20 എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ -20 എക്സ് ആവും. നേരെ റിവേഴ്സ് എഴുതാൻ പാടില്ല. നേരെ റിവേഴ്സ് എഴുതുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ, 20 എക്സ് അവിടെ തന്നെ കിടക്കും, ഇപ്പുറത്തുള്ള 21 എക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ -21 എക്സ് ആവും. 20 എക്സ് 21 എക്സ് കുറയ്ക്കുമ്പോൾ -1 എന്നാണ് ഉത്തരം കിട്ടുക. -1 എക്സ്. എക്സ് ഉള്ള വാല്യൂവിന്റെ അകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോവാൻ നമ്മൾ പിന്നെയും ഇക്വേഷൻ വേറെ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് സാധനത്തിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഉള്ള സംഖ്യകളെ നിങ്ങൾ അടിച്ചു കൂട്ടുമ്പോൾ അതിന് നെഗറ്റീവ് വരാതെ വലുതിൽ നിന്ന് ചെറുത് കുറയുന്ന രീതിയിലാണ്, അതായത് 20 എക്സിനെ 21 അടുത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഒരിക്കലും നേരെ ഓപ്പോസിറ്റ് ചെയ്യരുത്. ക്ലിയർ ആണോ? എക്സ് ഉള്ളതിന് മാത്രം കേട്ടോ, മറ്റേനെ നെഗറ്റീവ് വന്നാൽ നമുക്ക് എന്തും ചെയ്യാം. സംഖ്യകൾക്ക്, നോർമൽ സംഖ്യകൾക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈസിയാണ് സോൾവ് ചെയ്യാൻ. എക്സ് ഉള്ളതിന് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെയും സ്റ്റെപ്പുകളുടെ എണ്ണം കൂടും, ഇക്വേഷൻ വേറെ ഉണ്ടാക്കേണ്ടി വരും, നെഗറ്റീവ് ഒഴിവാക്കാൻ വേറെ പരിപാടി നമ്മൾ എടുക്കേണ്ടി വരും. അത്രയും കോംപ്ലിക്കേഷനിലേക്കും നമ്മൾ പോകണ്ട. 21 എക്സ് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 21 അങ്ങോട്ട് കൊണ്ടുപോകാം. ആണെങ്കിൽ 20 അങ്ങോട്ട് ഉണ്ടായാൽ മതി. ആ ലോജിക്ക് വർക്ക് ചെയ്യണം. എക്സ് ഉള്ള സംഖ്യക്ക് നെഗറ്റീവ് വരാതെ ലോജിക്ക് വർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടണം. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതിനെ അറേഞ്ച് ചെയ്താൽ മതിയാവും. ബാക്കിയുള്ളതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ബാക്കിയുള്ളതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ -50 ഓൾറെഡി ഇവിടെ ഉള്ളതാണ്, അതിന് നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ ആരെ എങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്, -17 ആണ് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്. -70 ഇപ്പുറത്തേക്ക് വരുമ്പോ എന്തായിട്ട് മാറും, പോസിറ്റീവ് 70 ആയിട്ട് മാറും. നെഗറ്റീവ് സംഖ്യ പോസിറ്റീവ് ആയിട്ട് മാറും. 21 എക്സ് 20 എക്സ് പോയി കഴിഞ്ഞാൽ ഒറ്റ എക്സാ ബാക്കി ഉണ്ടാവും. 21 20 പോയ ഒരു എക്സ് ആണ്. എക്സ് എന്ന് മാത്രം എഴുതിയാൽ മതി, ഒരു എക്സ് അല്ലേ ഉള്ളൂ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 70 50 പോയ 20. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. എക്സിന്റെ വാല്യൂ 20 ആണ്. നമ്മളോട് ചോദിച്ചത് എന്താ, ഇപ്പത്തെ അവരുടെ വയസ്സ് എത്രയാന്നാ ചോദിച്ചേ. ഇപ്പത്തെ അവരുടെ വയസ്സിന്റെ ഇക്വേഷൻ എന്താ, 3x:4x. എക്സിന്റെ വാല്യൂ 20 ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, എന്റെ ഏജ് കണ്ടുപിടിക്കാൻ 3x വാല്യൂ കണ്ടാൽ മതി. എക്സ് എന്ന് പറയുന്നത് 20 ആണെങ്കിൽ 3 × 20 എന്ന് പറഞ്ഞാൽ എത്രയാ, 60 ആണ് ഉത്തരം. ഇനി ബിന്റെ ഏജ് കണ്ടുപിടിക്കാനോ 4x ആണ് അപ്ലൈ ചെയ്യുക, 4 × 20 80 ആണ് ഉത്തരം വരിക. 60ഉം 80ഉം അവരുടെ വയസ്സ്. ക്ലിയർ ആയോ? ഓക്കെ, പവർ പോരല്ലോ. യെസ്, ആർക്കെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേജ് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ പറയാം, ധൈര്യമായിട്ട് പറയാം. നിങ്ങൾ പറഞ്ഞാലേ ഞാൻ അറിയുള്ളൂ. ഈ എന്താണ് 21x-70 ഈക്വൽ ടു 20x-50 നമ്മൾ എഴുതിയില്ലേ, അവിടെ ഈ എക്സിനെ ഇങ്ങോട്ട് കൊടുന്നു, അപ്പൊ ഇവിടെ -20x ആയി. അപ്പൊ ആ 50നെയും കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പിന്നെ പറ്റൂല അല്ലെ? 50നെ കൂടെ കൊണ്ടുവരാൻ പാടില്ല. എക്സ് ഉള്ളതിനൊക്കെ ഒരു സൈഡിലും എക്സ് ഇല്ലാത്തതിനൊക്കെ ഒരു സൈഡിലും. അങ്ങനെ ആക്കില്ലെങ്കിൽ മറ്റേ പിന്നെ മിക്സ് ആയില്ലേ. മിക്സ് ആയ പിന്നെ എക്സിനെ മാത്രം പുറത്തെടുക്കൽ നടക്കില്ലല്ലോ. വേറെ ആരും എന്തോ ചോദിച്ചില്ലേ? ഈ ലാസ്റ്റ് ഇവിടെ ഒന്നൊന്ന് പറഞ്ഞു. ഏതാണ്, ഏത് സ്റ്റേജാ? 21 - 20x എന്ന് പറയുന്നത് ഒരു എക്സ് ആണല്ലോ അല്ലെ? അപ്പൊ അതാണ് എക്സിന്റെ വാല്യൂ. 20. ഓക്കെ. പിന്നെ ഇപ്പത്തെ അവരുടെ കറന്റ് ഏജ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ കറന്റ് ഏജ് എന്ന് പറഞ്ഞാൽ 3:4 ആണല്ലോ. 3x:4. എക്സിന്റെ വാല്യൂ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ എന്റെ വയസ്സ് 3x, 3 × 20 60, 4x വരുമ്പോൾ 4 × 20 80. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. ഓക്കെ, ഗുഡ്. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇന്നലെ ചെയ്ത വെള്ളത്തിന്റെയും ആൽക്കഹോളിന്റെയും പോലൊരു കണക്കാണ്. ആ കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്. മിക്സ്ചർ, നമ്മൾ അതേ സ്റ്റെപ്പ് കേട്ടോ. ആദ്യം ചോദ്യം വായിക്കുന്നു, മീനിങ് കത്തുന്നു, പിന്നെ ചോദ്യത്തിൽ പറഞ്ഞ കഥ മാത്സിന്റെ രൂപത്തിൽ എഴുതുന്നു,
ഉത്തരം കണ്ടുപിടിക്കുന്നു. ഈ 3 സ്റ്റെപ്പുകളെ വേണ്ടതുള്ളൂ. നോക്കാം. എ മിക്സ്ചർ കണ്ടെയ്ൻസ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 7:3. If 10 liters of water added to the mixture, the ratio of milk to water becomes 7:5. Find the quantity of milk in the original mixture എന്നാണ് ചോദിക്കുന്നത്. ചോദിക്കാണ് എ മിക്സ്ചർ കണ്ടെയ്ൻസ്, ഒരു മിശ്രിതം, അതിൽ പാലും ഉണ്ട് വെള്ളവും ഉണ്ട്. പാലും വെള്ളവും ചേർന്നുള്ള അതിന്റെ അംശാനുപാതം എന്ന് പറയുന്നത് 7:3 ആണ്. ഇഫ് 10 liters of water added to the mixture, ഈ പറഞ്ഞ മിശ്രിതത്തിന്റെ മിക്സ്ചറിന്റെ അകത്തേക്ക് 10 ലിറ്റർ വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്തപ്പോ ഈ പാലും വെള്ളവും തമ്മിലുള്ള ആ ഒരു അംശാനുപാതം എന്തായിട്ട് മാറി? 7:5 എന്നായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ മിൽക്കിന്റെ ഒറിജിനൽ ക്വാണ്ടിറ്റി എത്ര? ഒറിജിനൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന 7:3 ഉണ്ടായിരുന്ന മിൽക്കിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ചോദ്യത്തിന്റെ മീനിങ് കത്തിയിട്ടുണ്ടോ? ഓക്കെ. ഇനി പറഞ്ഞ സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മാത്സിന്റെ രൂപത്തിൽ എഴുതണം. മാത്സിന്റെ രൂപത്തിൽ എഴുതിയ പകുതി പരിപാടി കഴിയും. അപ്പൊ നമുക്ക് തന്നതിൻ്റെ അകത്ത് എന്താണുള്ളത്? പാലും വെള്ളവും, മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ ആണ്. മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 7:3 ആണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. 7:3 ആണ്. ഓക്കെ. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ആൻസറിൽ 2 കൊടുത്തത് ഒന്നല്ല ആൻസർ വരുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അഥവാ പാലിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കണം എന്നുള്ള അർത്ഥത്തിൽ കൊടുത്താണ്. പറയാം അതിലേക്ക് വരുന്ന സമയത്ത് ട്ടോ. ഓക്കെ. 7:3 ആണ്. 7:3 മുമ്പോട്ട് പോണ സമയത്ത് എന്തായാലും റേഷ്യോനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 7:3 ആദ്യമേ 7x3x എന്ന് വിളിക്കാം. ഇതുവരെ ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ആരിലേക്കാണ് ആരെയാണ് എക്സ്ട്രാ ആഡ് ചെയ്തത്? 10 ലിറ്റർ പാലാണോ വെള്ളാണോ? പാലാണോ? വെള്ളം. വെള്ളമാണ് 10 ലിറ്റർ ആഡ് ചെയ്തത് എന്ന് പറഞ്ഞാ ഈ പറഞ്ഞ പുതിയ റേഷ്യോ എന്തായിട്ട് മാറും? പാലിലേക്ക് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. 7x വെള്ളം 10 ലിറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഉള്ള 3x 10 ലിറ്റർ എക്സ്ട്രാ വന്നു. ഇതായി പുതിയ റേഷ്യോ എന്ന് പറഞ്ഞാ 7x ഇങ്ങനെയല്ലേ വരിക? 7x/3x+10 എന്ന് എഴുതാം. ഇനി എക്സ്ട്രാ 10 ലിറ്റർ ആഡ് ചെയ്ത സമയത്ത് അതിന്റെ റേഷ്യോ എന്തായി എന്ന് പറഞ്ഞിട്ടുണ്ട്? 7:5 എന്നായി എന്ന് പറഞ്ഞാൽ നമുക്ക് 7/5 എന്ന് വിളിക്കാം. ഈ സ്റ്റേജ് വരെ ക്ലിയർ ആണോ? 7x/3x+10 = 7/5 എന്ന് എഴുതിയത് വരെ ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇനി എന്താ ചെയ്യാ? ഈ സ്റ്റേജ് വരെ എത്തിയാൽ എന്താ ചെയ്യാ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച പരിപാടി തീർക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 7x/3x+10 = 7/5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മള്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്ത് ചെയ്യും? 7x 5 കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണല്ലോ ചെയ്യല്ലേ? 7x 5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ. ഗുണിക്കണം എന്നുള്ളതിനാണ് കേട്ടോ നമ്മൾ എപ്പോഴും ബ്രാക്കറ്റ് ഇടുന്നത്, എസ്പെഷ്യലി എക്സിൽ ഒരു സാധനം വരുന്ന സമയത്ത്. ഓക്കെ. = ഇനി 7 എന്തുകൊണ്ട് ഗുണിക്കണം? 3x+10 കൊണ്ട് ഗുണിക്കണം. ഇതിനെ സോൾവ് ചെയ്യുക. 7x 5 കൊണ്ട് ഗുണിക്കുക. 7 5 35. 35x = 3 7 21. 21x + 7 10 70. ഇനി എന്ത് ചെയ്യണം? ഇതുവരെ ആയാൽ ഇനി എന്ത് ചെയ്യണം? എക്സ് ഉള്ള സാധനങ്ങളെയൊക്കെ സമത്തിന്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്ത് ശ്രദ്ധിക്കണം? എക്സിന് നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല. അപ്പൊ ഇവിടെ ഉള്ള എക്സിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാ? സമമുണ്ട്, ഇവിടെ സമമുണ്ട്. എക്സിന് എങ്ങോട്ട് 35x - 21x. 35x അടുത്തേക്ക് കൊണ്ടുവരണം. കാരണം എന്താ? 35 അതിൽ വലുത്. 35x അടുത്തേക്ക് അപ്പുറത്തുള്ള പോസിറ്റീവ് 21x കൊണ്ടുവരുമ്പോ -21x എന്ന് വിളിക്കാം. = 70. അവിടെ തന്നെ ഉള്ള ആളാണ്, അവിടെ നിന്നോട്ടെ. വേറെ ഒന്നിനും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാനൊന്നുമില്ല. 35 - 21 കുറച്ച് എത്രയാ? 14. 35x 21x കുറച്ച 14x. 14x = 70. ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ ആരെ പുറത്തേക്ക് എടുക്കണം? 14 ആരെ പുറത്തേക്ക് എടുക്കണം? എക്സിനെ പുറത്തേക്ക് എടുക്കണം. എക്സിനെ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളതിനെ അറേഞ്ച് ചെയ്യണം. 70 അവിടെ തന്നെ എന്നോട്ടെ. × 14 എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്തായിട്ട് മാറും? /14 എന്നായിട്ട് മാറും. 70നെ 14 കൊണ്ട് ഹരിക്കുക. 70നെ 14 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 14 ആണ് 70. 5 14.
5 എന്ന് പറയാം നമുക്ക്. എക്സിന്റെ വാല്യൂ 5 ആണ്. നമ്മളോട് എന്താ ചോദിച്ചേ? ഒറിജിനൽ മിക്സ്ചറിലെ പാലിന്റെ അളവ് എത്ര എന്നാ ചോദിച്ചേ. ഒറിജിനൽ മിക്സ്ചറിലെ പാലിന്റെ അളവിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ ആരാ? ഒറിജിനൽ മിക്സ്ചറിലെ പാലിന്റെ അളവിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഏതാ? 7x. എക്സിന്റെ വാല്യൂ 7xലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 7xലേക്ക് എക്സിന്റെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 7 × 5 7 5 35. പാലിന്റെ ക്വാണ്ടിറ്റി എത്രയാ? 35 ലിറ്റർ. ഇനി വെള്ളമാണ് കണ്ടുപിടിക്കേണ്ടത് വരുന്നെങ്കിൽ എങ്ങോട്ട് ആഡ് ചെയ്യണം? 3xലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 15. പാലാണ് വെള്ളമാണ് ചോദ്യത്തിൽ പറയുന്നെങ്കിൽ, ഇവിടെ പാലാണ് പറഞ്ഞത്, ഇപ്പൊ 35 എന്ന് പറയാം. വെള്ളമാണെങ്കിൽ 15. ക്ലിയർ ആണോ? യെസ്. ഇനി റേഷ്യോയുടെ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ തെറ്റിപ്പോവോ? നമുക്ക് ആ 70 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂല. 21x + 70. 21x + 70നെ 70 അടക്കം കൊണ്ട് കൊണ്ടുവരാൻ പാടില്ല. എക്സിന്റെ വാല്യൂ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് നമ്മളിങ്ങനെ പെറുക്കിയെടുക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എക്സിന്റെ കൂടെയുള്ള എല്ലാ സാധനങ്ങളെയും അറേഞ്ച് ചെയ്ത് അവസാനം നമ്മൾ എക്സിനെ മാത്രം എടുക്കണം. ആ എക്സിനെ എടുക്കണമെങ്കിൽ ആദ്യം എക്സ് ഉള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യണം. Any other doubts? Okay. അപ്പൊ ഇത്രയാണ് 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. റേഷ്യോന്റെ പല ടോപ്പിക്കുകൾ നമ്മൾ ഡാറ്റയിലേക്കൊക്കെ വരുന്ന സമയത്ത്, മാത്സിന്റെ മറ്റു പല ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്തൊക്കെ റേഷ്യോ ഇനിയും ഡിസ്കസ് ചെയ്യും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, സ്ലൈഡ് ഒന്നുകൂടെ വെക്കോ സ്ക്രീനിൽ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടല്ലോ, ഇന്ന് ക്ലാസ്സിലിരുന്ന് ഈ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞവര് ഇനി ഈ ചോദ്യങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാം. എന്നിട്ട് പകരം നാളെ രാവിലെ എന്ത് ചെയ്യാന്നറിയോ? നാളെ രാവിലെയോ നാളെ നിങ്ങൾ നാളെ തന്നെ പഠിക്കുന്ന സമയത്ത് ക്ലാസിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് കണക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റൊന്നിന്റെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്കിൽ ഓക്കെയാണ്. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലാസ്സിന്റെ നിങ്ങളുടെ ഡൗട്ടുകൾ തീർത്തിട്ട് മറ്റന്നാൾ വീണ്ടും ചെയ്തു നോക്കാം. അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരിക. അവസാനം ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താവും? ഒറ്റയ്ക്ക് ആ സാധനം ചെയ്യാനുള്ള കാപ്പബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തും. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ദിവസമാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ, ആ പെർട്ടിക്കുലർ ടോപ്പിക്കിൽ തറവായി എന്ന് പറയപ്പെടുന്ന ദിവസം. ഓക്കെ. അപ്പം ഇനി ഈ സാധനത്തിന് തുറക്കേണ്ട ആവശ്യമില്ല. മനസ്സിൽ വെക്കുക, കോൺസെപ്റ്റുകളൊക്കെ മനസ്സിൽ വെക്കുക, ഐഡിയാസ് മനസ്സിൽ വെക്കുക. നാളെ ഈ ചോദ്യങ്ങളെ എന്ത് ചെയ്യാം? ചെയ്തു നോക്കുക, ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ പെർട്ടിക്കുലർ ഏത് ചോദ്യമാണോ നിങ്ങൾക്ക് പറ്റാത്തത് ആ ചോദ്യത്തിന്റെ പോർഷൻ മാത്രം ക്ലാസ് ഒന്നുകൂടി കേൾക്കുക. എന്നിട്ട് വീണ്ടും ഒറ്റയ്ക്ക് തൊട്ടടുത്ത ദിവസം ഒറ്റയ്ക്ക് ചെയ്തു നോക്കുക. ഓക്കെ. ഇന്നലത്തെ ക്വസ്റ്റ്യനോ ഇതേപോലത്തെ ഒരു മോഡൽ ആയിരുന്നല്ലോ, എന്നിട്ട് ഇതേപോലെ അല്ല അതിൽ റേഷ്യോ മാറിയതൊക്കെ. എങ്ങനെ? ഇന്നലെ രാത്രി തന്ന ക്വസ്റ്റ്യൻ, ഇന്നലത്തെ ചോദ്യം അതാ ഞാൻ പറഞ്ഞത്. ഇന്നലത്തെ ചോദ്യം നമ്മൾ പല ചോദ്യങ്ങളും ലോജിക്ക് തിരയരുത്. ഇന്നലത്തെ ചോദ്യത്തിൽ ലോജിക്ക് ഉണ്ടായിരുന്നില്ല. ആഡ് ചെയ്ത് പറഞ്ഞിട്ട് രണ്ടാമത് അവർ പറഞ്ഞ റേഷ്യോയിൽ ദർ ഇസ് നോ ലോജിക് ഇല്ലാത്തതുകൊണ്ടാണ് അത് കൺഫ്യൂഷൻ ആയത്. പക്ഷെ പ്രോസസ്സ് സെയിം ആണ്. ലോജിക്ക് തിരയുമ്പോഴാണ് നിങ്ങൾ പാലല്ലേ അവിടുത്തെ വെള്ളമല്ലേ അവിടെ ആഡ് ചെയ്തത്, പിന്നെ എങ്ങനെ ആ റേഷ്യോ അങ്ങനെ റിവേഴ്സ് ആയി എന്നുള്ള സാധനമായിരുന്നു നിങ്ങളുടെ ഡൗട്ട്. അവിടെ ചോദ്യത്തിൽ അതിൽ ലോജിക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അത് NTA ഭാഗത്തുള്ള തെറ്റാണ്. അവർക്ക് ആ ചോദ്യം ആരും എന്താ പറയാ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. ചലഞ്ച് ചെയ്യാത്ത ചോദ്യം ആയതുകൊണ്ടാണ് ആ ചോദ്യം അങ്ങനെ തന്നെ അവിടെ സ്റ്റേ ബാക്ക് ചെയ്തത്. ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ അവരതിന് റിവേഴ്സ് ആ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യും. ആരും ചലഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചോദ്യം പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുക. അത് അവരുടെ ഭാഗത്തുള്ള തെറ്റാണ്. അവരത് ലോജിക്ക് ഇല്ലാതെ ഉണ്ടാക്കിയ ചോദ്യമാണ്. പ്രോസസ് ഇസ് സെയിം. ഡൗട്ട്സ്? ആ കഴിഞ്ഞ കണക്കിന്റെ കറന്റ് ഏജ് 60ഉം 80ഉം അല്ലായിരുന്നോ? 60 80. പുതിയ ഏജ് ആണ് ചോദിക്കണെങ്കിലോ? പുതിയ ഏജ് അല്ല, 10 വർഷം മുമ്പുള്ള ഏജ്. 10 വർഷം മുമ്പുള്ള ഏജ് ആണ് ചോദിക്കണെങ്കിലോ എന്ത് ചെയ്യും? അത് 5:7. അതിൽ നിന്ന് 10 കുറയ്ക്കണം. അതായത് 60 50 കണ്ടുപിടിച്ചതിന് ശേഷം 10 കുറയ്ക്കുക. അതെ. അപ്പം 50ഉം 70ഉം ആണ്. 70. അങ്ങനെ ചോദ്യം ചോദിക്കണതിനനുസരിച്ച് നമുക്ക് സ്റ്റെപ്പുകൾ ചേഞ്ച് ചെയ്യാനും മുമ്പോട്ട് ചാടാനും ബാക്കോട്ട് നീങ്ങാനും ഒക്കെ പറ്റണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പെർസെന്റേജ് ചെയ്യാം. പെർസെന്റേജിന്റെ ബേസിക്സ് അടുത്ത 2 ക്ലാസ്സിൽ പെർസെന്റേജിന്റെ ബേസിക്സും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.